ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ കൂടണേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എവിടെ വെച്ചാൽ കഴിഞ്ഞ ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തിരുവനന്തപുരത്ത് വന്നതും ക്ഷേത്ര ദർശനം കഴിഞ്ഞതുമൊക്കെ. അവിടുന്ന് നമ്മൾ പോകുന്നത് ഒരു പിക്നിക് സ്പോട്ടിലേക്കാണ്. ഈ വഴി നിങ്ങൾക്ക് കാണുമ്പം ചിലർക്കൊക്കെ മനസ്സിലാകും നമ്മൾ പോകുന്ന വേറെ എങ്ങോട്ടുമല്ല, കന്യാകുമാരിയിലേക്കാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് ഏകദേശം ഒരു 1:15 നമ്മൾ കന്യാകുമാരിയിലേക്ക് തിരിച്ചത് കേട്ടോ. റോഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അതിഗംഭീരമാണ്. പക്ഷെ പോകുന്ന വഴി പകുതി വെച്ച് റോഡില്ല. പിന്നെ നമുക്കൊരു ഡൈവേർഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പോകുമ്പോൾ എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ പോകുക. റോഡ് പണിയുടെ ഭാഗമായിട്ട് റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ചെങ്കൽ റോഡായിട്ട് പൂഴിയും വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു ഡൈവേർഷൻ പോലും വെച്ചിട്ടില്ല. നമ്മളങ്ങ് ഓടി എത്തിക്കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എന്താ അങ്ങനെ പോകുന്നത്, ഈസിയസ്റ്റ് വേ ആണോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നേരെ തന്നെ പോയത്. ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നൊങ്ക് കണ്ടപ്പോഴത്തേക്കും മേടിച്ച് കഴിക്കാമെന്ന് ഓർത്തു. നിങ്ങൾക്ക് ഇഷ്ടമാണോ നൊങ്ക്? എനിക്കിതിൻ്റെ ഇളം ഇതായിട്ടുള്ള പൾപ്പ് ഇഷ്ടമാണ്. ചിലർ നൊങ്കിൻ്റെ സർബത്ത് മേടിച്ച് കുടിക്കുന്നതാണ്. എനിക്കിത് വെറുതെ കഴിക്കുന്നതല്ല. പക്ഷെ ഒരു കാര്യം പറ്റിപ്പോയി, ആ ചേച്ചി എടുത്തതെല്ലാം നല്ല ഈ കട്ടിയുള്ള നൊങ്കായിരുന്നു. അതൊരു ചെറിയൊരു കയ്പുണ്ടായിരുന്നു. പിന്നെ മേടിച്ചില്ലേന്ന് ഓർത്ത് തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഭൂപ്രകൃതി മാറും നമുക്ക് മനസ്സിലാകും. നമുക്ക് തിരുവനന്തപുരത്ത് ഭയങ്കര ഒരു മഴയുടെ കോളായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ തന്നെ കന്യാകുമാരി എത്തി. പോകുന്ന വഴിക്കാണ് നമ്മൾ ലൈറ്റ് ഹൗസ് വന്നു. എന്നാൽ ലൈറ്റ് ഹൗസ് ഇവിടെ കയറി കണ്ടിട്ട് റൂം എടുക്കാമെന്ന് ഓർത്തു. ടൈമിംഗ് ഉണ്ടായിരുന്നു. രാവിലെ 10 മണി തൊട്ട് 1 മണി വരെയും പിന്നെ വൈകിട്ട് 3 മണി തൊട്ട് 5 മണി വരെ എങ്ങാണ്ടാണ്. പിന്നെ നമുക്ക് ഫീസ് ഉണ്ട് കേട്ടോ. അഡൽട്ട്സിന് 10 രൂപയും ചിൽഡ്രൻസിന് 5 രൂപയാണ്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം, നമ്മുടെ ആലപ്പുഴ ഇത് ലൈറ്റ് ഹൗസ് പോലല്ല, നമ്മൾ സ്റ്റെപ്പ് കയറി ഊപ്പാടൊന്നും വരത്തില്ല കേട്ടോ. നല്ല ഒരു ലിഫ്റ്റും സൗകര്യമുണ്ട്. പിന്നെ അതിൽ ഈ മിററാണ്, അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ വ്യൂ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പിടിച്ച് നിൽക്കണം. ഭയങ്കര കാറ്റാണ്. കാറ്റടിച്ചിട്ട് എനിക്ക് കുഞ്ഞൊക്കെ കയറിക്കുമ്പോഴത്തേക്ക് തെറിച്ച് പോകുന്നവരെ തോന്നി. അതുപോലെ നല്ല രീതിയിലുള്ള കാറ്റായിരുന്നു. നല്ല സുഖമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഈ വ്യൂസ് എല്ലാം കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂസാണ്. കന്യാകുമാരി മൊത്തം നമുക്ക് കാണാം. നമ്മൾ ദൂരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിൻഡ് മില്ല് കാണാം, പിന്നെ വിവേകാനന്ദ പാറ കാണാം. എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാം. ഇവിടെ അടുത്ത് തന്നെ റൂം എടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാതെ വന്നത്. എന്തായാലും ഇതൊന്ന് ഈ ലൈറ്റ് ഹൗസ് ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് താഴേട്ട് ഇറങ്ങാമെന്ന് വെച്ചു. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെയാണ്. മഴയും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് തിരുവനന്തപുരത്ത് മഴ ചാറുന്നത് കൊണ്ട് ഇവിടെ പെയ്യുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പേടിച്ചാണ് വന്നത് നമ്മുടെ ഈ ട്രിപ്പ് കുളവാകുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കണ്ടില്ലേ, നല്ല വൈകിട്ട് ഒരു 5 മണിക്കത്തെ കാലാവസ്ഥ നല്ല ഗംഭീരമായിട്ടുള്ള ഇതാണ്. പിന്നെ നല്ല കാറ്റടിക്കുന്നതിൻ്റെ ആ ഒരിതും ഒക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു പേടി പോലെ തോന്നും. പിടിച്ച് നിൽക്കണം, കയറുന്നവരൊന്ന് സൂക്ഷിക്കുക, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ താഴോട്ടിറങ്ങിയിട്ട് നമ്മൾ വിവേകാനന്ദയിലോട്ട് പോകുന്ന പാറയിലോട്ട് പോകുന്ന ആ ഒരു ടെമ്പിളിൻ്റെ അടുത്തുണ്ട്. അവിടെയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് റൂം അന്വേഷിക്കാമെന്ന് ഓർത്തു. സൺസെറ്റ് കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ചെന്നത്. പക്ഷേ അവർ പറഞ്ഞു എന്തോ ഒരു മാസത്തിൻ്റെ ഒരു ഇതായിട്ട് സൺസെറ്റ് ഇല്ല, 6 മാസത്തേക്കോ 4 മാസത്തേക്കോ ഇല്ല, സൺറൈസ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. സൺസെറ്റ് സൺറൈസും കാണാവുന്ന ഒരു ഇതുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല, അവിടെ ചെന്നാൽ ഈ ബലൂൺ പൊട്ടിക്കും. ഒരു മനസ്സും അതല്ലേ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെയെല്ലാം ഒന്ന് കറങ്ങിയിട്ട് റൂം അന്വേഷിച്ചു. നമ്മളിവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. റൂമിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറയാം. നല്ല അടിപൊളി റൂമും നല്ല ഒരു സർവീസുമാണ് കേട്ടോ. ഇതാണ് നമ്മളെടുത്ത റൂം. നമ്മളെല്ലാവർക്കും കൂടെ ഈ ഒരൊറ്റ റൂമാണ് എടുത്തത്. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഇത് മതിയെന്ന് ഓർത്ത്. നല്ല ബാത്റൂമും. പിന്നെ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മലയാളി മാനേജറാണ്. അതുകൊണ്ട് പുള്ളി എല്ലാ ഹെൽപ്പും, നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റൂമിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ നമ്മൾ വൈകിട്ടൊന്ന് ജസ്റ്റ് കറങ്ങാനായിട്ട് ഇറങ്ങി. ജസ്റ്റ് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 100-150 മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു പോയിൻറ്റുമായിട്ടുള്ള വ്യത്യാസം. നമുക്ക് നടന്ന് തന്നെ വന്നെല്ലാം കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ ആളില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. രാത്രി ഞങ്ങൾ ഇറങ്ങിയപ്പോഴും വലിയ ആളുകളൊന്നും തിരക്കൊന്നുമില്ല. കടകൾ കണ്ടോ, ഫുള്ളി ശംഖിൻ്റെ കടകളാണ് മൊത്തം. എന്തെല്ലാം വെറൈറ്റി സാധനങ്ങളാണ് ഇതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം കണ്ട് കണക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞാനിങ്ങനെ ഇത്രയും ശംഖുകളായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ കന്യാകുമാരി വിസിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ മിസ്സായി. ഓഫ് സീസൺ ആയതുകൊണ്ട് ആ വിവേകാനന്ദ പാറയുടെ ആ സൈഡിലൊന്നും ലൈറ്റുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. പിന്നെ ഇത് കണ്ടോ, ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവരെ രണ്ടുപേരും നോക്കുവാണ്. നമ്മൾ ആരെങ്കിലും കൈനോക്കാമെന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുള്ളിക്കാരൻ ഓടി വരും. പറ്റീരാണ്. പിന്നെ ഇത് കണ്ടാൽ നല്ല തിരയാണ്. രാത്രിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് കടലുണ്ട്. ഈ സമയത്തും ഈ കടലിലോട്ട് ഇറങ്ങുന്നവരുണ്ട്.
പക്ഷെ വലിയ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കണക്ക് ഗാർഡൊന്നും അങ്ങനെ വലുതായിട്ടില്ല. പോലീസ് പക്ഷേ ഏത് സമയം പെട്രോളിംഗ് ഉണ്ട്. ഇത് കണ്ടില്ല ഇറങ്ങി നിൽക്കുന്നത്, കുഞ്ഞുങ്ങളെ ഒന്നും നോക്കുന്നതൊക്കെ വലിയ സുരക്ഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വൈകിട്ട് നമ്മൾ ഈ ഫുഡും കഴിച്ചിട്ട് റൂമിൽ കയറി കിടന്നതേ അറിഞ്ഞുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു, വെളുപ്പിനെ എണീറ്റതല്ലേ. പിന്നെ നമ്മൾ രാവിലെ സൺറൈസ് കാണാൻ ഇറങ്ങി. എവിടെ പോവാ? സൺറൈസ് കാണാൻ ഞങ്ങൾ 3 പേര് മാത്രമേ പോയുള്ളൂ കേട്ടോ. കൂടെ വന്നവർക്ക് എല്ലാവർക്കും മടിയായിരുന്നു ഈ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ എണീക്കാൻ. പിന്നെ എന്തിനാ ഇവിടെ വരെ വന്നത്? നമ്മളിത് കാണാനല്ലേ വന്നത്. എൻ്റെ ദൈവമേ, ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലെ കാണാൻ ആളുകൾ, ഒരു 4-5 വണ്ടി സ്കൂൾ പിള്ളേർ തന്നെ. പിന്നെ ഞാൻ വിചാരിച്ചു അത്ര വലിയ ആളൊന്നും കാണത്തില്ല. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരു ലക്ഷക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഇത്രയും പേര് ഇവിടെ ഈ കന്യാകുമാരി പ്രദേശത്തുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ നിന്നപ്പോൾ നമുക്ക് സൺറൈസായി നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് ചെന്നാൽ മതി. കറക്റ്റ് സമയത്ത് തന്നെയാണ് സൺറൈസിൻ്റെ സമയം കാണിക്കുന്നത്. ഇതൊന്ന് കണ്ടു നിൽക്കുക തന്നെ വേണം കേട്ടോ. അത്ര അടിപൊളിയാണ് ഈ ഒരു, നമ്മൾ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരിക്കാം. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇത് വലിയ പുത്തരിയായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷെ നല്ലൊരു വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്കൊരു സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ നിൽക്കുന്ന സ്ഥലം അടിച്ചുകൊണ്ട് പോകും. ആ ഒരു രീതിയാണ്. പിന്നെ ഈ ഒരു പള്ളിയുടെ ഒരു ഇതും ഈ ഒരു തൊട്ടപ്പുറത്ത് തന്നെ അമ്പലവും എല്ലാം കൂടിയുള്ള ഒരു വ്യൂവും പിന്നെ ഈ വിവേകാനന്ദ പാറയിലോട്ട് നോക്കുന്ന ഒരു ഇതും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ തന്നെയാണ് കേട്ടോ. നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക തന്നെ വേണം. അത്ര രസമാണ് ഇവിടെ സ്ഥലങ്ങളൊക്കെ. ഞാൻ അറിഞ്ഞില്ല കന്യാകുമാരി ഇത്രയും രസമുള്ളൊരു സ്ഥലമാണെന്ന്. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ, ജസ്റ്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ. എന്തായാലും അടിപൊളിയായിട്ട് തന്നെയാണ്. പിന്നെ ഭയങ്കര കച്ചവടക്കാരുടെ ശല്യമാണ് കേട്ടോ. കണ്ണാടി മേടിക്കാനും ഫോട്ടോ എടുത്തു തരാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കൂടുതലും ഞാൻ മനസ്സിലാക്കിയത് കുറേ നോർത്ത് ഇന്ത്യൻസാണ് വന്നിരിക്കുന്നത്. ഈ സൺറൈസിൻ്റെ സമയത്ത് അവർക്കെന്തോ ഒരു ദൈവികമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഈ സമയത്ത് കടലിറങ്ങി കുളിക്കുകയും. പിന്നെ ഞാനൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ രാത്രിയിലത്തെ ആ സമയത്ത് വീഡിയോ പറഞ്ഞ കണക്ക് തന്നെ അവിടെ ഒരു സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ആർക്ക് വേണേൽ കടലിൽ ഇറങ്ങാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരമായിട്ട് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പറ്റാനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മളിവിടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ കിടക്കുന്ന ആ ഒരു ഇത് കണ്ട പോർഷൻ ഞാൻ മൊത്തം ഇങ്ങനെ ഈ സൺറൈസ് കാണാൻ വന്ന് നിൽക്കുന്നവർ രാവിലെ വന്ന് നിൽക്കുകയാണ്. അതേ പറഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ റൂം എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റായിട്ട് പെട്ടെന്ന് നമ്മൾ വന്നിന്ന് കണ്ടിട്ട് തിരിച്ച് റൂമിലോട്ട് പോരുമായിരുന്നു. പിന്നെ എനിക്ക് തമിഴ്നാട്ടിൽ വന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവിടുത്തെ ചായ. ഞാൻ ചായ അങ്ങനെ കുടിക്കുന്ന ചായ എത്ര ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ ഞാൻ ഇവിടെ വന്ന മസ്റ്റായിട്ട് തമിഴ്നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കുടിക്കും ചായയും വടയും, ഉഴുന്നുവട. അത് നിങ്ങൾ മിസ് ചെയ്ത് കേട്ടോ, കഴിച്ചു നോക്കിയിട്ട്. എല്ലാവരും കഴിക്കുന്നതാണ്, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ സൺറൈസിൻ്റെ സമയത്ത് നല്ല വീഡിയോസ്, ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു തരുന്നവരുണ്ട്. അവർ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഫോട്ടോസ് നമ്മുടെ കൈ കിട്ടുന്ന ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ തിരുവള്ളൂരുടെ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെയും ഞാൻ പറയുകയാണ്, നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. തിരിച്ച് നമ്മൾ റൂമിലെത്തി കേട്ടോ. അപ്പോഴത്തേക്കും വേണ്ടത് അമ്മയും അച്ഛനും കൂടെ അവിടുത്തെ കന്യാകുമാരി ടെമ്പിളിൽ പോകാനായിട്ട് ഒരുങ്ങുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. ഹോട്ടൽ ശരവണ ഭവനല്ല, ശരവണ. പിന്നെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് മുഖ്യമല്ലേ. എല്ലാം ഭയങ്കര ചീപ്പ് റേറ്റിലാണ് കേട്ടോ ഇവിടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ കിട്ടുന്നത്. 50 രൂപയാണ്. പിന്നെ നമുക്ക് ഒരു നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും 300-ൻ്റെ ക്യൂവിൽ തന്നെ കയറാൻ നോക്കുക. ഇത് 100 രൂപയുടെ ക്യൂ ആണ്. നിന്ന് ഊപ്പാടിളകി ഞാനത് വീഡിയോ എടുത്ത് എനിക്ക് മടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാനാണ് കേട്ടോ. അയ്യോ, ഒരു 2 മണിക്കൂറോളം നമ്മുടെ സമയം ഇവിടെ വേസ്റ്റാണ്. ഇത് ഓഫ് സീസൺ ആയിട്ട് തന്നെ. അപ്പം ആ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് 300 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഓടി കയറി എല്ലാം കണ്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ സൈഡിലോട്ട് എത്താം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലാണ്. 100 രൂപയുടെ ക്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് നമ്മുടെ പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഊപ്പാട് ഇളകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പറ്റുന്നവർ 300 രൂപയുടെ ക്യൂ തന്നെ എടുത്ത് കയറുന്നതാണ് നല്ലത്. ഇതൊക്കെ പിന്നെ ഒരു ബിസിനസ് ട്രിക്കാണെന്നേ. ആൾ കുറവാണെന്നുണ്ടെങ്കിൽ 2 ബോട്ടേ എടുക്കത്തുള്ളൂ, ഇല്ലേ 4 ബോട്ടും ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ബീച്ചിൽ കൂടെ ഒരു യാത്ര, അതും ബോട്ടിങ്ങൊക്കെ ആയിട്ട് കൊള്ളാം.
ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോട്ടെ. എന്നാലും ഒരാൾക്ക് 30 രൂപ. പിന്നെ നമുക്ക് ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചെരുപ്പ് നമ്മളവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കുകയോ ഇല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ അവിടെ ഇട്ടിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. പക്ഷെ നമുക്ക് നല്ല സേഫായിട്ടൊക്കെ അവർ എടുത്ത് തരുന്നുണ്ട്. പിന്നെ മേലോട്ട് കയറാൻ ഈ വെള്ളവരയുണ്ട്. ആ വെള്ളവരയിൽ കൂടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാല് കൊള്ളത്തില്ല, അല്ലെ നന്നായിട്ട് കൊള്ളും. പിന്നെ കാറ്റും അത് നല്ല രീതിക്കുള്ള കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വിവേകാനന്ദൻ്റെ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഫോൺ അലൗഡല്ല. ഫോണൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം. അവിടെ വീഡിയോസ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് കാണാൻ വന്ന ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇതൊക്കെ നമ്മളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഗ്ലാസ് ഷെയ്ക്കാകുമ്പോൾ നമുക്ക് ചെറിയതായിട്ടൊരു പേടി വരും. എന്നാലും കുഴപ്പമില്ല. ഇതിനടിയിൽ കൂടി ഈ പാറയിൽ വന്ന് ഇങ്ങനെ ഈ തിരമാല അടിക്കുന്നതാണ് നല്ല രസമാണ്. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. നിങ്ങളും കാണും. ഇനി എൻ്റെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട്. ആ ഒരു സമയത്താണ് ഞാൻ ആലോചിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റാറ്റു എന്നാണ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് വീണ് കിട്ടിയ അവസരം പോലെ പഠിച്ച PSC ഒക്കെ ആയിട്ട് വന്നത്. പറഞ്ഞു തന്നു ഇത് തിരുവള്ളൂർ തമിഴ്നാട്ടിലെ ഒരു വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതാണ് തിരുക്കുറൾ എന്ന് പറയുന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. തമിഴ്നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഭയങ്കരമായിട്ട് ആദരിക്കുന്ന മനുഷ്യരല്ലേ. അങ്ങനെ ഇവിടെ കൊണ്ടുവച്ചതാണ്. 133 അടിയാണ് ഈ പ്രതിമയുടെ ഉയരം എന്നൊക്കെ പറഞ്ഞു തന്നു. പല കാര്യങ്ങളും പറഞ്ഞു തന്നു. അതൊക്കെ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തു. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. ഇതിൻ്റെ താഴെ നിൽക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്രതിമയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ടച്ച് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് കയറി കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരത് അറിഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന നമ്മൾ ഗേൾസിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക. നമ്മുടെ തല വഴി പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് നന്നായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം ഇങ്ങോട്ട് കയറുക. ഭയങ്കര കാറ്റാണ്. പിന്നെ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്തല്ലേ വന്ന് നിൽക്കുന്നത്. ഇനിയും വരാമെന്നുള്ള ഒരു വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ കന്യാകുമാരി വിടുന്നത്. നമ്മൾ തിരിച്ച് ബോട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചിവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് നമുക്ക് ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യുന്നതൊക്കെ ഒത്തിരി നല്ല കടകളും കാര്യങ്ങളുണ്ട്. നല്ല ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി വരാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ കന്യാകുമാരി വീടുകയാണ്. ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടണേ.